ഇനി എന്നെ പറയോ? പറ അജയ് സൂപ്പർ. പറ അജയ് സൂപ്പർ. പേടിയുണ്ടോ? ഭയമുണ്ടോ? ഞാൻ കഴിച്ചിട്ട് അജയ് കഴിക്കാനോ അല്ലേ? ഓക്കെ റെഡി? വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാണ്ട്. എന്താ ഫെനി ടെസ്റ്റ് ചെയ്യാനല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അതെ, ഇന്ന് ഡേ 2 ആണ് അറ്റ് കൊളം ഹൗസ് ഇൻ ഗോവ. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തില്ല, കാരണം ഇന്നലത്തെ ദിവസം ഞങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്നും പ്ലാൻ ചെയ്തില്ല, വരുന്നത് പോലെ നടക്കട്ടെ. അൺപ്ലാൻഡ് ഡേ ആണ്. അതെ, അൺപ്ലാൻഡ് ഡേ ആണ്. സോ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടീമിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇപ്പൊ ഇവർക്കൊന്നും അതൊന്നും ചെയ്യാൻ അറിയില്ല, അപ്പൊ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആക്ച്വലി ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ആണ്. അതുപോലെ അറിയാൻ പാടില്ല. എന്താണെങ്കിലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കൊളം ഹൗസിന്റെ കുറച്ച് ഇന്റീരിയർ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരു 9 o'clock ആകുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതാകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു പുറത്ത് പോകാം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകാം, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മാറ്റി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മുടെ വർക്ക് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് ക്യാമ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അജയ് പറഞ്ഞ സമയത്ത് എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് ദിവസം അവിടെ താമസിക്കുക, അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സായിട്ടൊക്കെ നമ്മൾ ജെല്ലാവോ, എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോവയിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ടീം മെമ്പേഴ്സ് എന്നുള്ള ആ ഒരു ഇത് മാറിയിട്ട് നമ്മൾ കുറച്ച് കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ ഒരു സ്ഥലത്ത് നമ്മളൊരു സ്റ്റേക്കേഷന് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതൊരു വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബോയ്ക്കും ആരോയ്ക്കും ഇവിടെ എന്താ കാര്യം എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ കമ്പനിയിലെ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സാണ് കേട്ടോ ബോയും ആരോയും. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ബോയിനെയും ആരോനെയും ഞങ്ങൾ കൂടെ തന്നെ നിർത്താറുണ്ട്. പിന്നെ ഞാൻ അവരെ ലീഷിലിടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ ഓഫ് ലീഷ് ആണെങ്കിൽ അവർ ഫുള്ള് ഓടി നടന്ന്, ആരോ ബേബീനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അവൻ കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തിന്നൊക്കെ. എനിക്ക് പിള്ളേരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവരെ ലീഷിലിട്ടത്. പിന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ബോനി ആരോനെയും കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവരെ റൂമിൽ നിർത്തുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മളിവിടെ വന്നത് നമ്മുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അതായത് ബ്രാൻഡ് ക്യാമ്പ്, അതിന്റെ അണ്ടറിൽ വരുന്ന സ്പാർക്ക് ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗോവയിൽ വന്നത്. പക്ഷേ അജയ് ഇപ്പം ഇതൊക്കെ മറന്ന് എന്താ മൺസൂൺ ഇൻ ഗോവ ഹിറ്റ് ഡിഫറെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഏതൊക്കെ ഓഫ് റോഡിലൊക്കെ കൊണ്ടുപോവാണ്. ഇപ്പോൾ ഒരു കാട്ടുവഴിയിലും നമുക്ക് പ്രിന്റ് എടുക്കണം, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി എന്നെ പറയോ? പറ അജയ് സൂപ്പർ. പറ അജയ് സൂപ്പർ. പേടിയുണ്ടോ? ഭയമുണ്ടോ? ചിരിക്കല്ലേ, ചിരി തുടങ്ങിയോ പിന്നെ നിർത്താം. ഓക്കെ റെഡി? റെഡി? വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ഇനി നമുക്ക് ശാന്തി. ഓക്കെ, ശാന്തി. ഈ ബ്രാൻഡ് ക്യാമ്പ് സ്പാർക്കൊക്കെ അജയുടെ ഒരു തന്ത്രമാണ്. അവര് വീട്ടിലിരുന്ന് പണിയെടുത്ത് മടുത്ത്. അപ്പൊ അവര് എന്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോ കുറച്ച് ഫണ്ണേ കിട്ടുള്ളൂ. അപ്പൊ അവർ എന്റെ ടീമിനെ പൊക്കി അവര് പ്രോജക്റ്റിന്റെ പേര് പറഞ്ഞ് വന്നതാണ്. അങ്ങനെയാണോ? നമ്മൾ ഒറ്റയ്ക്ക് സന്തോഷിക്കണം, എല്ലാവരും സന്തോഷിപ്പിക്കണം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ, ശിവസായി താലി ഹൗസ്. ഇവിടുന്നാണ് നമ്മൾ താലിയൊക്കെ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ബണ്ടാനാസും പിന്നെ അതേപോലെ അജയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് അതുപോലെ ഒന്നും നടക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ ദിവസം
നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്താണോ വരുന്നത് അത് അതേപോലെ തന്നെ അങ്ങ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അജയ് അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ. എന്താണ് ഇവിടെ? കൊള്ളാലോ. ഇത് ഇങ്ങനെ തട്ടുന്നാണോ? ഇത് സ്റ്റിക്ക് വരുമോ? എടുത്തോ ബണ്ടാന? വാ, രണ്ടെണ്ണല്ലോ എടുത്തത്, വേറെയും കളേഴ്സ് എടുത്തില്ലേ? യെസ്. നിനക്ക് കെട്ടിത്തരണ്ടേ? കറക്റ്റ് ആണോ? ഇത്ര വന്നാ പോരെ? മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്. ചൈത്രയ്ക്ക് കറക്റ്റ് കളർ തന്നെ കിട്ടി, ടീഷർട്ടിന്റെ മുകളിലുള്ള കളർ തന്നെ. പക്ഷെ ഞാൻ യെല്ലോ. ഇതൊന്നും ഇവിടെ ഇങ്ങനെ പിടിക്കുവോ? ഞങ്ങൾ ഇപ്പം നേരെ പോകുന്നത് വണ്ടി എടുക്കാനാണ്. വണ്ടി എവിടെയോ ആണ് പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അജയ് ഐസ്ക്രീം സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. കാരണം അത് വീഗൻ ഐസ്ക്രീം അല്ലേ? സ്കാഫ് അജയാണ് സ്പോൺസർ ചെയ്തത്. അത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കൊരു കോള് വന്ന്, അപ്പൊ ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കാൻ പോയപ്പോ എനിക്ക് ബാക്കി വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഡ്രസ്സിന്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. പൈസ കൊടുക്കുക മാത്രമേ ചെയ്തത്, ഇവിടുന്ന് കളക്ട് ചെയ്യാൻ മറന്നുപോയി. അയ്യോ എന്തൊരു ചിരി. താങ്ക്സ് ദീദി. The dark chocolate, hazelnut, this one, these three, right? 6 vegan options ഉണ്ട്. ഈ പിള്ളേര് ചൂടത്ത് ഐസ്ക്രീം കണ്ടുകൊണ്ട് മറ്റേ എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. First I will try half a dark chocolate sorbet hazelnut cream. That is half of this. Then അതിന്റെ ബാക്കിൽ വെക്കണം. അങ്ങനെ വെച്ചിരിക്കില്ല. ആദ്യമേ ബാക്കില. ഏയ് കെട്ടല്ലേ. ഇതിന്റെ ബാക്കിൽ കൊടുക്കട്ടെ. കെട്ടിക്കോട്ടെ. ഇതാണ് അജയുടെ ഐസ്ക്രീം. ഞാൻ കഴിച്ചിട്ടേ അജയ് കഴിക്കാറുള്ളൂ അല്ലേ? കഴിച്ച് തീർത്തിട്ട് കൊടുത്താ പോരെ. യമ്മി. അല്ല, അതായത് രണ്ട് രീതി ചെയ്യാം. ഒരു ഫുൾ സ്കൂപ്പ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ രണ്ട് ഹാഫ്. ഇവന്റെ ഉദ്ദേശം എല്ലാ ഐസ്ക്രീമും ടെസ്റ്റ് ചെയ്യാനാണ്. അതെ, അവൻ നേരത്തെ എന്നോട് ഒരു ഐഡിയ പറഞ്ഞാണ്. കുറച്ചു നേരം കഴിയുമ്പോ വേറെ തൊപ്പിയിട്ടിട്ട് വരാം, എന്നിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്യാന്നൊന്നും കൂടി. ഐസ്ക്രീം 5 മിനിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ചൈത്രയുടെ ഐസ്ക്രീം മൊത്തം തീർന്നു. ഓ ഇവന്റെ ഭയങ്കര മെൽറ്റ് ചെയ്ത്. വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാണ്ട്. എന്താ ഫെനി ടെസ്റ്റ് ചെയ്യാനല്ലേ? ഐസ്ക്രീം കുറച്ച് ഹെവി, കുറച്ചധികം. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഫെനി ടെസ്റ്റിംഗ് ഇവൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ചായ ഓൺ ട്രീറ്റ്സ് ആണ് ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. 3 ഫെനിയാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കോക്കനട്ടും കാഷ്യും കുക്കും ആണ്. ഫെനി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഫെനി ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. ഫെനി ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗെയിംസും പിന്നെ അതേപോലെ കുറച്ച് മൂവി നെയിംസ് ഗസ്
ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ശരിക്കും ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഞങ്ങൾ കാര്യമായിട്ട് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വർക്ക് എല്ലാം ഓൺ ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനും പിന്നെ ഓഫ് റോഡ് പോകാനും പിന്നെ അതേപോലെ ഈ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ എന്നാലും ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഞാനിപ്പോൾ നമുക്ക് നാളെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.